നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 19. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണൻ തമാഹുഃ പണ്ഡിതം ബുധാഃ. ആരുടെ കർമ്മങ്ങളെല്ലാം ഫലസങ്കല്പങ്ങൾ വെടിഞ്ഞിരിക്കുന്നുവോ, ആര് തൻ്റെ കർമ്മങ്ങളെ ആത്മാനുഭവമെന്ന ജ്ഞാനാഗ്നിയിൽ ഭസ്മമാക്കിയിരിക്കുന്നുവോ, അദ്ദേഹത്തെ അറിവുള്ളവർ പണ്ഡിതൻ എന്ന് വിളിക്കുന്നു. ആഗ്രഹങ്ങളും സ്വാർത്ഥമായ സങ്കല്പങ്ങളും ഉപേക്ഷിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജ്ഞാനമാകുന്ന അഗ്നിയിൽ കർമ്മബന്ധം ദഹിച്ചവയും ആയ ഒരാളെ ജ്ഞാനികൾ യഥാർത്ഥ പണ്ഡിതനെന്ന് വിളിക്കുന്നു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യഥാർത്ഥ പണ്ഡിതൻ്റെ ലക്ഷണമാണ് അർജുനനോട് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ പലപ്പോഴും ഒരു ആഗ്രഹമുണ്ടാകും, എനിക്കിതിൽ നിന്ന് എന്ത് കിട്ടും എന്ന ചിന്ത. എന്നാൽ ഒരു ജ്ഞാനി തൻ്റെ കർമ്മം ചെയ്യുന്നത് ഫലത്തിനു വേണ്ടിയല്ല, സ്വാർത്ഥങ്ങളായ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉപേക്ഷിച്ച് തൻ്റെ കടമയെ ആത്മാർത്ഥമായി നിർവഹിക്കുന്നു. ഒരു പണ്ഡിതൻ കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് എനിക്കിതിൽ നിന്നും എന്ത് ലാഭം കിട്ടും എന്ന സ്വാർത്ഥ ചിന്തയില്ലാതെ അത് നിർവഹിക്കുന്നു. അതായത് കർമ്മം ഉപേക്ഷിക്കുന്നതല്ല ജ്ഞാനം, കർമ്മഫലത്തോടുള്ള ആസക്തി ഉപേക്ഷിച്ചുകൊണ്ട് കർത്തവ്യം ചെയ്യുന്നതാണ്. താൻ ശരീരമല്ല, ആത്മാവാണെന്ന തിരിച്ചറിവാണ് ആത്മജ്ഞാനം. ഈ ജ്ഞാനമാകുന്ന തീയിൽ കർമ്മഫലങ്ങൾ ദഹിച്ചു പോകുന്നു. ഹരേ കൃഷ്ണ. നന്ദി.